السلام عليكم ورحمة الله وبركاته. الحمد لله الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد، رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. الصلاة والسلام عليك يا سيدي يا رسول الله، خذ بيدي قلت حيلتي أدركني يا سيدي يا رسول الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الناس إنما بعيكم على أنفسكم متاع الحياة الدنيا ثم إلينا مرجعكم فننبئكم بما كنتم تعملون. صدق الله العلي العظيم. قال الأوزاعي رضي الله عنه: سمعت بلال بن سعد رضي الله عنه يقول: لا تنظر إلى سئر الخطيئة ولكن انظر إلى من عصي. يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. അല്ലാഹു സുബ്ഹാനഹു വ തആല പവിത്രമായ യൗമുൽ ജുമുഅയിൽ അല്ലാഹുവിന്റെ ഭവനത്തിൽ ഒരുമിച്ച് കൂട്ടിയതുപോലെ നാളെ ലോകത്ത് അല്ലാഹു നമ്മയും നമ്മുടെ മാതാപിതാക്കൾ, ഭാര്യ, മക്കൾ, കുടുംബാദികളെ അല്ലാഹു ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവിധ വിപത്തുകളിൽ നിന്നും അല്ലാഹു നമുക്ക് പരിപൂർണമായ സലാമത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിക്കുന്ന കാലത്തോളം പരിശുദ്ധമായ ദീനിന്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കുന്ന സ്വാലിഹീങ്ങളിൽ അല്ലാഹു നമ്മയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് ഒരുപാട് നന്മകൾ അല്ലാഹു നൽകിയിട്ടുണ്ട്. ആ നന്മകൾ അല്ലാഹു നമുക്ക് നൽകിയിട്ടുള്ളത് നമ്മുടെ ജീവിതങ്ങളുടെ വലിയ വിജയത്തിനും സമാധാനത്തിനും വേണ്ടി തന്നെയാണ്. എന്നാൽ പവിത്രമായ ദീനിന്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കുക എന്നത് ഒരു സത്യവിശ്വാസിയുടെ വിജയത്തിന്റെ പാതയാണ് എന്ന് പരിശുദ്ധമായ ഖുർആനും തിരുസുന്നത്തും നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. എന്നാൽ മനുഷ്യൻ പലപ്പോഴും മനുഷ്യന്റെ സ്വാർത്ഥ താല്പര്യങ്ങളുടെ പിന്നിലായി മനുഷ്യൻ ജീവിതങ്ങളെ നഷ്ടപ്പെടുത്തുന്ന ഒരു അവസ്ഥയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത്
നമുക്ക് ഒരുപാട് ആഘോഷങ്ങളും പല രീതിയിലുള്ള സന്തോഷങ്ങൾ പങ്കിടാൻ പരിശുദ്ധമായ ദീൻ നമുക്ക് താക്കീത് നൽകിയിട്ടുണ്ട്, അനുവാദം നൽകിയിട്ടുണ്ട്. എന്നാൽ ഇന്ന് പലപ്പോഴും പലതും നാം കാണുമ്പോൾ പരിശുദ്ധമായ ദീനിന് നിരക്കാത്ത, പരിശുദ്ധമായ ഇസ്ലാമിൽ പറ്റാത്ത പല കാര്യങ്ങളുമാണ് മുസ്ലിമീങ്ങളായ നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. പ്രത്യേകിച്ച് ഇന്നലെ നമുക്കറിയാം, ക്രിസ്മസ് എന്നുള്ളത് ഇന്നോ ഇന്നലകളിൽ തുടങ്ങിയതല്ല. എന്നാൽ ആ ആചാരങ്ങൾ പോലും ഇന്ന് മുസ്ലിമീങ്ങളെ അതിനെ ആവശ്യമില്ലാത്ത ആഘോഷങ്ങളാക്കി മാറ്റിമറിക്കുന്ന ഒരു സമ്പ്രദായം നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ നാം മനസ്സിലാക്കേണ്ട ഒരു വസ്തുതയുണ്ട്. പരിശുദ്ധമായ ദീനിന് പറ്റാത്ത ഇസ്ലാമിന്റെ ഷിആറുകള് തകർക്കുന്ന തരത്തിലുള്ള ഏത് കാര്യങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന കലിമത്തു തൗഹീദിന്റെ അനുഭാവികൾ, അനുയായികൾ ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ പ്രത്യാഘാതം, അതിന്റെ വിഷമം ഈ ദുനിയാവിൽ തന്നെ വെച്ച് അനുഭവിക്കേണ്ടി വരുന്നു. അത് ഒരു സംശയമില്ലാത്ത കാര്യമാണ്. കാരണം ഈ ദീനിനെ വളരെ ഭംഗിയായി ഇതുപോലെ നമ്മുടെ കരങ്ങളിലേക്ക് എത്തിക്കാൻ നമ്മുടെ മുൻഗാമികളുടെ ത്യാഗങ്ങൾ വളരെ വലുതാണ്. നാം അതിനെക്കുറിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. നാം നമ്മുടേതായ ഇഷ്ടാനുസരണമുള്ള ജീവിതങ്ങൾ കാഴ്ചവെക്കുമ്പോൾ നാം ചിന്തിക്കുന്നത് ഈ ലോകത്ത് നിന്ന് ഒരിക്കലും നമ്മൾ മരിക്കുന്നില്ല എന്നതുപോലെയാണ്. ഓരോ പ്രവർത്തനങ്ങളും, ഓരോ സംസാരങ്ങളും, ഓരോ രീതികളും കാണുമ്പോൾ ഞാൻ എന്നും ഇങ്ങനെ ഈ ഭൂമി ലോകത്ത് കരിങ്കല്ല് പോലെ ഞാൻ ജീവിക്കുമെന്നതാണ് നമ്മളിൽ പല ആളുകളുടെയും പല പ്രവർത്തനങ്ങളിലൂടെയും പല സംസാരങ്ങളിലൂടെയും നമുക്ക് കാണാൻ ഇടയാകുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, ഒരിക്കലും നാം അങ്ങനെ ചിന്തിക്കാൻ പാടില്ല. നാം ഒരിക്കലും അതിനെക്കുറിച്ച് അങ്ങനെയുള്ള ഒരു ചിന്താഗതി നമ്മുടെ മനസ്സിൽ ഉണ്ടാകാൻ പാടില്ല. ഏത് സമയത്തും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് വിളിക്കുമ്പോൾ ആ വിളിക്ക് ഉത്തരം നൽകി ഇവിടെ നിന്ന് നമ്മൾ പോകാനുള്ളവരാണ്. ആ ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ ഉണ്ടാകണം. അങ്ങനെ ഉണ്ടാകുമ്പോൾ നാം അക്രമങ്ങളിലേക്ക് പോവുകയില്ല, അനീതികളിലേക്ക് പോവുകയില്ല, തെറ്റുകളിലേക്ക് പോവുകയില്ല. അതാണ് പരിശുദ്ധമായ ദീൻ നമുക്ക് നൽകുന്ന വലിയ താക്കീതുകൾ. ഇയ്യാകും വമുഹക്കിറാത്തി ദുനൂബി ഫഇന്നഹുന്ന യജ്തമിഉന അലാ റജുലി അത്താ തുഹ്ലികഹു. ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാം, നിസാരവൽക്കരിക്കപ്പെടുന്ന നിങ്ങൾ പാപങ്ങളെ സൂക്ഷിക്കുക. മഹാനായ ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ നമ്മുടെ നേതാവ് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്, ഇയ്യാകും, നിങ്ങൾ സൂക്ഷിക്കുക, വമുഹക്കിറാത്തി ദുനൂബി, നിസാരവൽക്കരിക്കപ്പെടുന്ന നിങ്ങൾ പാപങ്ങളെ സൂക്ഷിക്കുക. കാരണം ഫഇന്നഹുന്ന യജ്തമിഉന അലാ റജുലി ഹത്താ തുഹ്ലികഹു, അവകളെല്ലാം ഒരുമിച്ച് കൂടുകയും മനുഷ്യനെ നശിപ്പിക്കുകയും ചെയ്യുമെന്ന് ആദരവായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. നാം എല്ലാവരും ബലഹീനന്മാരാണ് നമ്മൾ ചിന്തിക്കണം. ഖുർആൻ അങ്ങനെയല്ല പ്രഖ്യാപിച്ചത്, മനുഷ്യൻ ബലഹീനന്മാരാണ്. എന്നാൽ ബലഹീനനായ നാം ഈ ലോകത്ത് ജീവിക്കുമ്പോൾ
നാം പലതും നിസാരവൽക്കരിക്കുകയാണ്. ചെറിയ പാപങ്ങൾ ശീലമായാൽ അതിനോടുള്ള ഗൗരവം കുറയും. ആരാ നമ്മെ പഠിപ്പിക്കുന്നത്? ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. അത് ചെറിയ കാര്യമല്ലേ? ഒരിക്കലും അങ്ങനെ ചിന്തിക്കാൻ പാടില്ല. അള്ളാഹുവിന്റെ റസൂൽ അവിടുന്ന് പഠിപ്പിച്ചതെന്താ? ചെറിയ പാപങ്ങൾ ശീലമായാൽ അതിനോടുള്ള ഗൗരവം കുറയും. പിന്നീട് വലിയ പാപങ്ങളിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കും. അവസാനം കുഫ്രിയത്തിലേക്ക് വരും ആ മനുഷ്യനെ എത്തിക്കുമെന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. അതല്ലേ ഇന്ന് നമ്മൾ വളരെ നിസ്സാരമായി കാണുന്ന ഒരു കാര്യമാണല്ലോ ഒരു വ്യക്തിയെ കുറിച്ച് കുറ്റങ്ങൾ പറയല്, അല്ലെങ്കിൽ കളവ് പറയല്, അല്ലെങ്കിൽ ചെറിയ രീതിയിൽ നമ്മൾ കളിയാക്കല്, അല്ലെങ്കിൽ വഞ്ചനകൾ നടത്തല്. ഇതൊക്കെ ഇത്ര വലിയ തെറ്റാണോ എന്നാണ് നമ്മുടെ ചെറിയ ബുദ്ധി കൊണ്ട് ചിന്തിക്കുന്നത്. ആരാ പഠിപ്പിക്കുന്നത്? അക്ഷരാഭ്യാസങ്ങളില്ലാത്ത, ഇതുപോലെയുള്ള ടെക്നോളജികളും വലിയ വികസനങ്ങളും ഒന്നുമില്ലാത്ത കാലഘട്ടത്തിൽ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചതെന്താ? ഇയ്യാകും വമുഹഖിറാത്തിദ് ദുനൂബി, നിസാരവൽക്കരിക്കപ്പെടുന്ന നിങ്ങൾ പാപങ്ങളെ സൂക്ഷിക്കുക. ഫഇന്നഹുന്ന യജ്തമിഉന അലർ റജുലി ഹത്താ തുഹ്ലികഹു, കാരണം അവകളെല്ലാം ഒരുമിച്ച് കൂടുകയും മനുഷ്യനെ നശിപ്പിക്കുകയും ചെയ്യുമെന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചെങ്കിൽ ഇന്നത് യാഥാർത്ഥ്യമായി കൊണ്ടിരിക്കുകയാണ്. ഇന്ന് മനുഷ്യന് പാപം ചെയ്യാനോ കളവ് പറയാനോ വഞ്ചിക്കാനോ ഒന്നിനും മടിയില്ലാത്ത ഒരു അവസ്ഥയായി നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അങ്ങനെയുള്ള പാപങ്ങൾ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഇങ്ങനെ ശീലമാക്കുമ്പോൾ ആ പാപത്തിനോടുള്ള ഗൗരവം അവന്റെ മനസ്സിലില്ല. അതിന് വലിയൊരു ഉദാഹരണമാണ് നമ്മുടെയൊക്കെ വീടുകളിൽ പ്രായമായ ഉപ്പമാരുണ്ടാകും. എന്നാൽ അവരെ പോലും ശുശ്രൂഷിക്കുന്ന കാര്യത്തിൽ ഇന്ന് മക്കളുടെ ഇടയിൽ മത്സരങ്ങളാണ്, അഭിപ്രായ വ്യത്യാസങ്ങളാണ്. എത്രയോ കുടുംബങ്ങളിലാണ് അങ്ങനെ നടക്കുന്നത്. എന്നാൽ ആ മനുഷ്യനിക്ക് എത്ര ഇബാദത്തുകൾ എടുത്തത് കൊണ്ടോ അല്ലെങ്കിൽ എത്ര നന്മകൾ ചെയ്തത് കൊണ്ടോ വല്ല പ്രയോജനങ്ങളുണ്ടോ? ഒരിക്കലുമില്ല. അതുപോലെ മനുഷ്യന്റെ മനസ്സിന് വേദനയുണ്ടാക്കുന്ന സംസാരങ്ങളും പ്രവർത്തനങ്ങളും ഒരു വ്യക്തിയിൽ നിന്ന് ഉണ്ടായാൽ അതും വലിയ തെറ്റിലേക്ക് തന്നെയാണ് ചെന്നു ചേരുന്നത്. മനുഷ്യന്റെ മനസ്സിന്റെ വേദനകൾ എന്ന് പറയുമ്പോൾ അത് ആ മനുഷ്യനുമായിട്ട് തന്നെ ഡയറക്റ്റായി പോയി പൊരുത്തപ്പെടിക്കാതെ ഒരിക്കലും അല്ലാഹു പുറത്തു കൊടുക്കുകയില്ല എന്ന് നമ്മുടെ നേതാവ് ഹബീബായ റസൂലുള്ളാഹി നമ്മെ പഠിപ്പിക്കുമ്പോൾ എത്രയോ ഗൗരവമാണ് പാപത്തിന്റെ കാര്യമെന്ന് നമ്മൾ ചിന്തിക്കണം. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, ഇയ്യാകും, നിങ്ങൾ സൂക്ഷിക്കണേ. അങ്ങനെ സൂക്ഷിക്കുമ്പോഴാണ് നമുക്ക് വിജയം കിട്ടുന്നത്, അല്ലെങ്കിൽ നമുക്ക് വലിയ പരാജയങ്ങളാണ്. മഹാന്മാര് അവിടുന്ന് പഠിപ്പിക്കുന്നത് കാണാം. പാപങ്ങൾ അവിശ്വാസത്തിന്റെ ദൂതനാണ് എന്ന് പറഞ്ഞത്. അവിശ്വാസത്തിന്റെ ദൂതനാണ്. ഖാല ബഅദു സലഫി അൽ മആസി ബരീദുൽ കുഫ്രി കമാ അന്നൽ ഖുബ്ലത ബരീദുൽ ജിമാഅ്. മഹാന്മാരുടെ ആ വാക്കുകളൊക്കെ നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതെല്ലാം ഒരു രസത്തിനോ അവരുടെ സമയം പോക്കിന് എഴുതി വെച്ചതല്ല. അവര് ഓരോ കാര്യങ്ങളും ദീർഘവീക്ഷണത്തോടുകൂടി മനസ്സിലാക്കി ലോകത്ത് ഇനി വരുന്ന തലമുറകൾ അപകടങ്ങളിലേക്ക് പോകരുത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവരുടെ കിതാബുകളിൽ അവർ വളരെ ഭംഗിയോടുകൂടി രേഖപ്പെടുത്തി വെച്ച കാര്യങ്ങളാണത്. എന്താണ്?
പാപങ്ങൾ അവിശ്വാസത്തിന്റെ ദൂതനാണ്. ചുംബനം സംയോഗത്തിനും അതുപോലെ സംഗീതം വ്യഭിചാരത്തിന്റെയും നോട്ടം, ഇങ്ങനെ ഓരോ കാര്യങ്ങൾ മഹാന്മാര് പഠിപ്പിക്കുന്നുണ്ട്. സംഗീതം കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സുകൾക്കുണ്ടാകുന്ന ആനന്ദങ്ങൾ എത്രത്തോളമാണ്. അതുകൊണ്ട് മനസ്സിലാക്കി മഹാന്മാര് പഠിപ്പിച്ചു അത് പാടില്ല എന്ന്. അതെന്താ കുഴപ്പം? നമ്മൾ ചിന്തിക്കുന്നത് അതിലെന്താണ് കുഴപ്പം? അത് അത്രത്തോളം, കാരണം ആ രസം ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിലുള്ള രസങ്ങളുമായി അവൻ ബന്ധപ്പെടുമ്പോൾ അവന് സൃഷ്ടിച്ച് പരിപാലിച്ച യജമാനനായ റബ്ബിനെ മറന്നു പോവുകയാണ്. നാം ചിന്തിക്കുന്നത് പോലെ 5 നേരം നിസ്കരിച്ച് ബാക്കിയുള്ള സമയങ്ങളെല്ലാം ഇങ്ങനെ നമ്മുടെ നാവുകളെ കൊണ്ട് അശ്ലീലങ്ങളും പറഞ്ഞു അള്ളാഹുവിനും റസൂലിനും പറ്റാത്ത കാര്യങ്ങളൊക്കെ ചെയ്തു നടന്നു കഴിഞ്ഞാൽ നാം രക്ഷപ്പെടുമെന്നാണ് നമ്മുടെയൊക്കെ ചെറിയ ബുദ്ധി കൊണ്ട് നമ്മൾ ചിന്തിക്കുന്നത്. ഒരിക്കലുമില്ല മുഅ്മിനീങ്ങളെ, ഒരിക്കലുമില്ല. നാം വളരെ ഗൗരവത്തോടു കൂടി മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണത്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് സ്വഹാബത്തുൽ കിറാമിന് വളരെയധികം മനോഹരമായ രീതിയിൽ പറഞ്ഞു കൊടുക്കുകയാണ്. ബഹുമാനപ്പെട്ട ഔസാഇ റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള മഹാന്മാര് അവർ നമ്മെ പഠിപ്പിക്കുന്നു. ഖാലൽ ഔസാഇ സമിഅതു ബിലാൽ ഇബ്നു സഅദ് റളിയല്ലാഹു അൻഹു, അവിടുന്ന് പറയുന്നു ഔസാഇ റളിയല്ലാഹു അൻഹു സമിഅതു ബിലാൽ ഇബ്നു സഅദ് റളിയല്ലാഹു അൻഹു യഖൂലു, അവിടുന്ന് പറയുന്നതായി കേൾക്കുകയാണ്. എന്താ കേൾക്കുന്നത്? ലാ തൻദുറു ഇലാ സിഇരിൽ ഖതീഅ. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതെന്താ? പാപത്തിന്റെ ചെറുപ്പത്തിലേക്കല്ല നിങ്ങൾ നോക്കേണ്ടത്. കണ്ടോ? പാപത്തിന്റെ ചെറുപ്പത്തിലേക്കല്ല. നമ്മൾ അങ്ങനെ ഒരിക്കലും കരുതി പോകാൻ പാടില്ല. ഒരു ക്രിസ്മസുമായി ബന്ധപ്പെട്ട് അങ്ങനെ ചെയ്തപ്പോ തല പോണ കേസാണോ? അല്ലെങ്കിൽ ഓണമായി ബന്ധപ്പെട്ട് ചെയ്ത് എങ്ങനെയാണോ? നമ്മളൊക്കെ ചിന്തിക്കുന്നതാ, നമ്മളൊക്കെ പറയുന്നത് എന്താണ്? അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ഇതല്ലേ നമ്മുടെ വിശ്വാസത്തിന്റെ അടിത്തറ. അതുപോലെ അടുത്ത ദിവസം കടന്നു വരുന്ന ന്യൂ ഇയർ. ഇനി അതിനുള്ള ഒരുക്കങ്ങളും അതിനുള്ളതായ ഓരോ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് തുടങ്ങി. എല്ലായിടങ്ങളിലും മുൻപന്തിയിൽ നിൽക്കുന്നതാരാ? ഈ പരിശുദ്ധമായ ദീനിന്റെ ആളുകളാണ് എന്ന വസ്തുതയാണ് വലിയ വിഷമമുള്ള കാര്യമാണ്. വളരെ വിഷമമുള്ള കാര്യങ്ങൾ. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. മുഹറം കടന്നു വന്നു. നമ്മൾ ആരെങ്കിലും അറിഞ്ഞ് ആഘോഷിച്ചോ? ഒരു മുഹറം മാസത്തിലെ 1 മുതൽ 10 വരെ, അല്ലെങ്കിൽ മുഹറം 9-ന്റെയും 10-ന്റെയും സുന്നത്ത് നോമ്പ്, അത് പറയുമ്പോൾ മുസ്ലിമീങ്ങളിൽപ്പെട്ട നമ്മളിൽ പല ആളുകളും അങ്ങനെ ഒരു നോമ്പുണ്ടോ? അപ്പോൾ അവര് ചിന്തിക്കുക ഇങ്ങനൊരു ക്രിസ്മസ് ആഘോഷമുണ്ടോ? ഞാൻ ആരുടെ ഒരു മതത്തെയും കുറ്റപ്പെടുത്തുന്നതല്ല. നാം ചിന്തിക്കേണ്ട കാര്യങ്ങളാണ്. ഓരോ മതത്തിനും ആഘോഷിക്കാനും സന്തോഷിക്കാനും ഒരുപാട് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നമ്മൾ കൃത്യമായി ആഘോഷിക്കണം. അല്ലാതെ മറ്റുള്ളവരുടെ ആഘോഷങ്ങളിൽ കടന്നു കയറി ആവശ്യമില്ലാത്ത തരത്തിലുള്ള കാട്ടിക്കൂട്ടലുകൾ വരുത്താൻ ഇസ്ലാം ഒരിക്കലും അനുവാദം കൊടുത്തിട്ടില്ല. ന്യൂ ഇയർ വരുമ്പോൾ ഇനി അതിലപ്പുറം ഓരോ ന്യൂ ഇയറുകൾ കഴിയുമ്പോൾ നാം പിറ്റേ ദിവസം എടുത്തു നോക്കുന്നത് എന്താ? ചരമകോളമാണ് എടുത്തു നോക്കുന്നത്. എന്തുകൊണ്ട്? കാരണം എവിടെയെങ്കിലും പോയി ഉല്ലസിച്ച് ആഘോഷിച്ച് അതിന്റെ പേരിൽ മരിക്കുന്ന എത്ര എണ്ണങ്ങളെയാണ് നമ്മൾ കാണാൻ സാധിക്കുന്നത്. ഇസ്ലാമിന്റെ ആഘോഷങ്ങൾ ആഘോഷിക്കാൻ ആർക്കും സമയമില്ല. പരിശുദ്ധമായ റജബ് കടന്നു വന്നു. ഈ റജബ് കടന്നു വന്നു. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചില്ലേ? പരിശുദ്ധമായ റജബിന്റെ ആദ്യത്തെ വെള്ളിയാഴ്ച രാവ് ഒരു മുഅ്മിനായ മനുഷ്യൻ അവന്റെ യജമാനനായ റബ്ബിലേക്ക് അടുത്തുകൊണ്ട് അവൻ ആത്മാർത്ഥമായി ദുആ ചെയ്ത് അവന്റെ വേവലാതികളും വിഷമങ്ങളും
അള്ളാഹുവിലേക്ക് സമർപ്പിച്ചുകൊണ്ട് അവൻ ദുആ ചെയ്തു കഴിഞ്ഞാൽ അവന്റെ പ്രാർത്ഥന അള്ളാഹു തട്ടിക്കളയുകയില്ല എന്ന് അള്ളാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. നാം എത്രയോ വട്ടം അത് കേട്ടവരാണ്, എത്രയോ വട്ടം മനസ്സിലാക്കിയവരാണ്. പക്ഷേ ഇന്നലെ കഴിഞ്ഞ രാവ് നാം ആരെങ്കിലും അങ്ങനെ ഇബാദത്തിലായി സമയം ചെലവഴിച്ചു? വേണ്ട. എന്റെ റബ്ബ് റജബും കൂടി എനിക്ക് നൽകിയല്ലോ, അതിന്റെ പ്രഥമമായ ഒരു വെള്ളിയാഴ്ച രാവാണല്ലോ. പടച്ചവനെ, ഞാൻ നിന്നിലേക്ക് നന്ദി പ്രകടിപ്പിച്ചുകൊണ്ട് പടച്ചവനെ എന്റെ വീഴ്ചകൾ നീ പരിഹരിക്കണേ എന്ന് പറഞ്ഞ് ആത്മാർത്ഥമായി പൊട്ടിക്കരഞ്ഞുകൊണ്ട് അള്ളാഹുവിലേക്ക് അടുത്ത എത്ര മനുഷ്യന്മാരുണ്ട്. നാം ചിന്തിക്കണം, നാം അല്ലാത്ത എല്ലാ വിഷയങ്ങൾക്കും നമുക്ക് സമയമുണ്ട്. എല്ലാ കാര്യങ്ങൾ പറയാനും അതുമായി ബന്ധപ്പെടാനും എല്ലാം നാം അതിന് പ്രത്യേകമായ സമയങ്ങളും സന്ദർഭങ്ങളും ഒരുക്കാറുണ്ട്. പക്ഷേ നമുക്ക് വേണ്ടി, സ്വന്തത്തിന് വേണ്ടി ഒരിക്കലും നമ്മൾ തയ്യാറാകുന്നില്ല. അതല്ല വേണ്ടത്. പരിശുദ്ധമായ ദീനുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലേക്കാണ് കടക്കുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞത് ലാ തൻദുറു ഇലാ സിദ്രിൽ ഖതിആ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ കാര്യമാണ്. ഔസാ ഇമാം റളിയല്ലാഹു അൻഹു പറഞ്ഞു, പാപത്തിന്റെ ചെറുപ്പത്തിലേക്കല്ല നിങ്ങൾ നോക്കേണ്ടത്. പിന്നെയോ അവിടുന്ന് പറയുന്നു വലാകിൻ ഉൻദുർ ഇലാ മൻ അസിയ. ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അത് ആരോടാണ് ചെയ്തത് എന്നാണ് നോക്കേണ്ടത്. ആരോടാണ് ആ പാപം ചെയ്തത് എന്നതിനെ കുറിച്ചാണ് നീ ചിന്തിക്കേണ്ടത് എന്ന് അള്ളാഹിന്റെ റസൂല് പഠിപ്പിച്ചെങ്കിൽ നാം ചെയ്യുന്ന ആരോടാ? അള്ളാഹുവിനോടാണ്. അള്ളാഹുവിനോടാണ് ചെയ്യുന്നത്. നാം അത് കുഴപ്പമില്ല, ഒരു നിസ്സാരപ്പെടുത്തിയ രീതിയിലല്ലേ. ചിലപ്പോൾ നമ്മൾ പറയേണ്ടതൊക്കെ പറയും, എന്നിട്ട് നമ്മൾ പുറത്ത് ചെന്നിട്ട് എന്നെ പറഞ്ഞു പോയിട്ടുണ്ട്. എന്തിന്? ഒരിക്കലും ഒരാളെ കുറിച്ച് മോശമായ രീതിയിൽ പറയാൻ പാടില്ല. മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹു കറുത്ത സ്വഹാബിയാണല്ലോ. ആ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ ഒരു സ്വഹാബി കറുപ്പിന്റെ പേരിൽ ചെറുതായിട്ട് ആക്ഷേപിച്ചപ്പോൾ ആ ബിലാൽ റളിയല്ലാഹു അൻഹു പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഇലാഹ മറത്തി റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കലേക്ക് ചെന്നു. അള്ളാന്റെ റസൂലിനോട് വിഷമം പറഞ്ഞപ്പോൾ ആ സ്വഹാബിയെ വിളിക്കൂ, ഖിസാസ് എടുക്കണമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്. എന്നാൽ അതിന് പകരം അത്രയും ഗൗരവമാണ്, അത്രയും ഗൗരവം. അത് മാത്രമല്ല, ഖദീജ ബീവി ഉമ്മയുടെ പേരിൽ അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആണ്ട് കഴിച്ച ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ കുടുംബക്കാർക്ക് വേണ്ടി റസൂലുള്ള ആടിനർക്ക് മാംസം കൊടുത്തപ്പോൾ ആയിഷാ ബീവി തമാശക്ക് പറഞ്ഞുപോയി, നിങ്ങൾക്ക് എപ്പോഴും ഖദീജ ബീവിയെ കുറിച്ചുള്ള കാര്യമുള്ളൂ എന്ന് പറഞ്ഞത് പറഞ്ഞോളൂ. അള്ളാന്റെ റസൂലിന്റെ മുഖമാകെ വല്ലാണ്ടായി. എന്നിട്ട് റസൂലുള്ളാഹി ഖദീജ ആയിഷാ ബീവിയോട് പറയാണ്, ആയിഷ, നീ ഇപ്പൊ പറഞ്ഞ വാക്കുണ്ടല്ലോ, വലിയൊരു സമുദ്രത്തിലേക്ക് കൊണ്ടുപോയി മുക്കിക്കഴിഞ്ഞാൽ ആ സമുദ്രം മുഴുവനും മലീനസമാകും, അതിനേക്കാൾ ഗൗരവമാണ് എന്ന് അള്ളാന്റെ റസൂല്. ആരാ അള്ളാന്റെ റസൂൽ? നമ്മുടെ നേതാവ്. നമ്മൾ പറയില്ല സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി. സ്വലാത്ത് മാത്രം പോരാ, റസൂലുള്ളാഹിയുടെ അനുധാപനങ്ങൾ, റസൂലുള്ളാഹിയുടെ വാക്കുകളൊക്കെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണം മനുഷ്യന്മാരെ. അപ്പോഴാണ് നമ്മളൊരു മുസ്ലിം ആവുള്ളൂ. അല്ലെങ്കിൽ നമ്മളൊരു SIR മാത്രം എടുത്തുകൊണ്ട് നമ്മൾ ഇന്ത്യൻ പൗരനാവില്ല. യഥാർത്ഥ കാമിലായ മുസ്ലിം ആകണമെങ്കിൽ ഹബീബായ റസൂലുള്ളാഹിയുടെ വാക്കുകൾ അവന്റെ ജീവിതത്തിൽ ഉണ്ടാകണം. അള്ളാന്റെ റസൂലിനെ കുറിച്ചുള്ള ചിന്ത വേണം. അതുകൊണ്ടല്ലേ ആയിഷാ ബീവി റളിയല്ലാഹു അൻഹയോട് പറഞ്ഞു, അത്ര ഗൗരവമാണ് നീ പറഞ്ഞ വാക്ക്, സമുദ്രത്തിലേക്ക് കൊണ്ടുപോയി മുക്കിക്കഴിഞ്ഞാൽ ആ സമുദ്രം മൊത്തം മലീനസമാകും, അതിനേക്കാൾ ഗൗരവമാണെന്ന് പറഞ്ഞെങ്കിൽ നമുക്ക് എന്ത് മൈൻഡുണ്ടോ? നമുക്ക് മൈൻഡുണ്ട്. അതാണ് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ലാ തൻദുർ ഇലാ സിദ്രിൽ ഖതിആ, പാപത്തിന്റെ ചെറുപ്പത്തിലേക്ക് നിങ്ങൾ നോക്കല്ലേ.
കാരണം പാപം ചെയ്യുന്ന ആരോടാ? വലാകിൻ ഉൻദുർ ഇലാ മൻ അസിയ, അത് ആരോടാണ് ചെയ്യുന്നതെന്നാണ് നോക്കേണ്ടത് എന്ന് ഹബീബായ തങ്ങൾ പഠിപ്പിച്ചെങ്കിൽ മുഅ്മിനീങ്ങളെ, എത്ര നാളി ലോകത്ത് ഉണ്ടാകുമെന്ന് നമുക്കാർക്കും ഗ്യാരണ്ടി ഇല്ല, നമുക്കാർക്കും ഉറപ്പില്ല. കാരണം ഇന്ന് കാണുന്നവന് നാളെ കാണുന്നില്ല. കഴിഞ്ഞ ദിവസം കണ്ടേക്കാട് ഒരു സ്ത്രീ മരണപ്പെട്ടു. എല്ലാവരും ഞെട്ടിപ്പോയി, എല്ലാവരും അത്ഭുതപ്പെട്ടു പോയി. 2 ആഴ്ച മുമ്പ് കണ്ടതാണല്ലോ, അല്ല 1 ആഴ്ച മുമ്പ് കണ്ടതാണല്ലോ, അവർക്ക് പ്രത്യേകമായ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. നമ്മുടെയൊക്കെ അവസ്ഥ അത്രയുള്ളൂ. അതുകൊണ്ട് നാം ഈ ദുനിയാവിൽ ജീവിക്കുമ്പോൾ പാപങ്ങൾ ചെയ്യാതെ നന്മയുള്ളവരായി ജീവിക്കുക. അങ്ങനെ ജീവിക്കുമ്പോൾ നമുക്ക് വലിയ വിജയമുണ്ട്. തെറ്റുകളിൽ നിന്ന് വളരെ സൂക്ഷിക്കേണ്ട ഒന്നാണ് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീൻ പറഞ്ഞത്. ഒന്നിനെ ചെറുതായി കാണാൻ പാടില്ല. നമുക്കെങ്ങനെയാണ്? നമുക്കൊക്കെ ചെറുതായി കാണില്ല അല്ലേ? ഞാൻ അതിലേക്കൊക്കെ വിശദീകരിക്കാൻ നിന്ന് കഴിഞ്ഞാൽ അതൊക്കെ വലിയ പ്രയാസം ഉണ്ടാകും. നമ്മൾ ഒന്നും നിസ്സാരവൽക്കരിക്കരുത്. പ്രത്യേകിച്ച് നമ്മൾ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ട മറ്റൊരു വസ്തുതയുണ്ട്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുടുംബമാണ് അഹ്ലുൽ ബൈത്ത് എന്നുള്ളത്. അത് പാണക്കാട് തങ്ങൾ മാത്രമല്ല അഹ്ലുൽ ബൈത്ത്. അത് മനസ്സിലാക്കണം, വസ്തുത. നാം ശരിക്കും ചിന്തിക്കേണ്ട കാര്യമാണത്. അഹ്ലുൽ ബൈത്ത് എന്ന് പറഞ്ഞാൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട മകൾ ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹ. ചില ആളുകൾക്ക് പാണക്കാട് തങ്ങളെ കുറിച്ച് പറയുമ്പോൾ വിഷമം. സാധാരണ തങ്ങളെ കുറിച്ച് വിഷമമല്ല എന്റെ മുമ്പിരികളെ, അത് നമ്മുടെ വിവരമില്ലായ്മയാണ്, നമ്മുടെ അജ്ഞതയാണ്. മുഹമ്മദ് റസൂലുള്ളാഹിയുടെ കുടുംബം അത് താജുലിലും ഉള്ളാള് തങ്ങളാണെങ്കിലും, പാണക്കാട് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളാണെങ്കിലും, ബഹുമാനപ്പെട്ട ഖലീൽ ബുഖാരി തങ്ങളാണെങ്കിലും, നമ്മുടെ ഏത് സാദാത്യങ്ങളാണെങ്കിലും ബഹുമാനം ഒരുപോലെ തന്നെയാണ്. അത് റസൂലുള്ളാഹിയുടെ രക്തമാണ്. ആ തിരിച്ചറിവ് നമുക്ക് വേണം. ആ ഒരു തിരിച്ചറിവ് വേണം. പലപ്പോഴും പല രീതിയിലുള്ള കമന്റുകളും ഓരോന്നും കേൾക്കുമ്പോൾ, പ്രത്യേകിച്ച് രാഷ്ട്രീയപരമായ രീതിയിലൊക്കെ, അതൊക്കെ ഒരിക്കലും റസൂലുള്ളാഹിയുടെ കുടുംബത്തിനെ തൊട്ട് കളിക്കൽ വലിയൊരു അപകടമാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് പറഞ്ഞതായി പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞില്ലേ, 2 കാര്യങ്ങളാണ് നിങ്ങളിലേക്ക് ഞാൻ ഇട്ടുപോകുന്നത്. 2 കാര്യങ്ങൾ. അത് നിങ്ങൾ മുറുകെ പിടിക്കണം. വേറെ ഒന്നും നിങ്ങളോട് ഞാൻ ചോദിക്കുന്നില്ല. ഒന്ന് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആന്റെ നിയമങ്ങളാണ്. രണ്ടാമത് റസൂൽ പറഞ്ഞത് എന്റെ കുടുംബമാണ്. എന്റെ കുടുംബമാണ്. അവരെ വേദനിപ്പിച്ചാൽ അതെനിക്കൊരിക്കലും സഹിക്കുകയില്ല എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ചെങ്കിൽ, എന്റെ മുഅ്മിനീങ്ങളെ, ഇന്ന് ഈ ലോകത്തിന്റെ തന്നെ പല പല കോണുകളിലും 10,000ങ്ങളല്ല ആ അഹ്ലുൽ ബൈത്ത് എത്രത്തോളം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം വാങ്ങിത്തരാൻ വേണ്ടി ശരിക്കും അധ്വാനിച്ച് പോരാടിയ മഹാനാണല്ലോ. നമ്മളൊക്കെ സിയാറത്തിന് പോകുന്ന മമ്പുറം മക്കാമിൽ കിടക്കുന്ന ബഹുമാനപ്പെട്ട മമ്പുറം സയ്യിദ് അലവി തങ്ങളപ്പാപ്പ, വെളിയങ്കോട് ഉമർ ഖാദി പാപ്പ. എന്താ അവരൊക്കെ നമുക്കൊന്ന് ഓർക്കാനും അനുസ്മരിക്കാനും നമുക്കെന്താ മടി? നമ്മൾ ഒരു രീതിയിലുള്ള ഒരു നിസാരവൽക്കരിക്കലാണ്. അതാണ് മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത്. അത് ആരോടാണ് ചെയ്തതെന്ന് നോക്കേണ്ടതാണ്. അല്ലാതെ പാപത്തിന്റെ ചെറുപ്പത്തിലേക്കല്ല നോക്കേണ്ടത്. നമുക്കൊക്കെ പറ്റുന്ന ഏറ്റവും വലിയ തകരാറും അപകടവും ഇനി നമ്മൾ അതുകൊണ്ടാണ് റസൂലുള്ളാഹിയുടെ കുടുംബത്തെ കുറിച്ച് ജുമുഅത്താണെങ്കിലും ഖുതുബത്താണെങ്കിലും മയ്യിത്ത് നിസ്കാരത്തിലാണെങ്കിലും നിങ്ങൾ എടുത്തു നോക്കിക്കോ, ആ റസൂലുള്ളാഹിയുടെ കുടുംബത്തെ പറയാത്ത ഏതെങ്കിലും ഫർള് നിസ്കാരങ്ങൾ നമ്മൾ സഹിയാകുമോ? ആരെങ്കിലും പറ സഹിയാകുമെന്ന്? അപ്പോൾ അത്രത്തോളം സ്ഥാനം പരിശുദ്ധമായ ഇസ്ലാം കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്റെ മുഅ്മിനീങ്ങളെ, ദീനിന്റെ വിധിവിലക്കുകൾ അനുസരിച്ചു കൊണ്ടായിരിക്കണം മുസ്ലിമീങ്ങളായി നമ്മൾ ജീവിക്കേണ്ടത്.
അല്ലാതെ എല്ലാത്തിനും നിസ്സാരവൽക്കരിച്ച് അതെന്താ കുഴപ്പം, വീട്ടിലൊന്ന് സ്റ്റാർ നോക്കിയാൽ എന്താ കുഴപ്പം, ഓണത്തിന് കുറെ ആളുകളെ വിളിച്ചു വരുത്തി വലിയ ഓണസദ്യ കൊടുത്ത് ഓണാഘോഷം ധരിച്ച് അവരുടെ വസ്ത്രധാരങ്ങളൊക്കെ ധരിച്ച് അങ്ങനെയൊക്കെ ചെയ്ത് ഈ ന്യൂ ഇയർ ആഘോഷിച്ച് ഇതൊക്കെ തലപോണ കേസായിട്ടാണോ എന്നൊക്കെയാണ് നമ്മളിൽപ്പെട്ട ചെറിയ ബുദ്ധി കൊണ്ട് ചിന്തിക്കുന്നത്. പക്ഷെ ഒന്നിനെ നിസ്സാരവൽക്കരിക്കരുത്, ഒന്നിനെയും നാം ചെറുതായി കാണരുത്. തെറ്റ് തെറ്റാണെന്ന് മനസ്സിലാക്കി അതേ രീതിയിൽ നമ്മുടെ ജീവിതങ്ങളെ ചിട്ടപ്പെടുത്താൻ ഞാനും നിങ്ങളും തയ്യാറാകണം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നന്മ മനസ്സിലാക്കാൻ, തിന്മയെ വേർതിരിച്ച് മനസ്സിലാക്കാൻ അല്ലാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.